ആകാശമേനോ മോനെ അച്ഛന്റെ ചന്ദ്രേട്ടന്റെ ചക്കര കുട്ടാ. ചന്ദ്രേട്ടൻ മോനെ കങ്കാരെന്ന് വിളിച്ച മലയാളത്തിലല്ലേ? അത് മോന് മനസ്സിലായില്ല. മോൻ കങ്കാരുമല്ല, മോൻ പച്ചക്കുതിരിയാ. ജർമ്മനിയിൽ നിന്ന് പറന്നു വന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായ പച്ചക്കുതിര. ഇത്രയും ദൂരം പറന്നു വന്നതല്ലേ, മോനൊന്ന് ഫ്രഷ് ആവണ്ടേ? ബാഗ് നോക്കടാ. കാണിക്കല്ലേ മോനെ? എണീറ്റ് എനിക്കട് ചക്കരേ, നമുക്ക് ബാത്റൂമിൽ പോവാ. അതിനു മുമ്പ് ഈ ഡ്രസ്സും ബാഗൊക്കെ ഒന്ന് മാറ്റി. അല്ലെങ്കിൽ വേണ്ട, ഡ്രസ്സും മോനിരിക്കോ, ബാഗ് ചന്ദ്രേട്ടൻ. ഞാനെടുത്തി ഇത്ര നേരം മുകളിലുണ്ടായിരുന്നല്ല. ഒന്നും പറ്റിയില്ല. മോശമായി പോയി. എന്തായാലും ഒരു കാര്യം ഇന്ന് ഉറപ്പായി, ആ ബാഗിൽ തന്നെ യൂറോ ഉള്ളതെന്ന്. അവനെ ഇങ്ങോട്ട് അയച്ച ഒരു പ്രത്യേകം പറഞ്ഞാണ്, കാശാണ് മോനെ, ഒരുത്തനും കൂടി തൊടിക്കരുതെന്ന്. ആ ആദ്യത്തെ ഒരുത്തൻ നീ ആയി പോയിന്നുള്ളൂ. കുട്ടേട്ടനൊന്ന് ചോദിച്ചു നോക്ക്, ചെലപ്പോ തരും. എന്തായാലും ഏട്ടനല്ലേ. അത് ശരിയാ, രക്തം രക്തത്തെ തിരിച്ചറിയുന്ന. എന്തേനു രക്തം രക്തത്തെ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞോണ്ടാണല്ലോ എയർപോർട്ടിൽ വെച്ച് എന്നെ കണ്ട ഉടനെ ഹലോ മൈ ഡിയർ ബ്രദർ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അമ്മയുടെ സമ്പാദ്യമായി ഏട്ടന് വേണ്ടി കരുതി വെച്ച 1,00,000 യൂറോ ദാ പിടി എന്ന് പറഞ്ഞ് എന്റെ കൈ തരികയും അതിൽ നിന്നൊരു 500 യൂറോ എടുത്ത് ഞാൻ ഈ പോക്കലിട്ട് തരികയും ചെയ്തത് താൻ മറന്നുപോയ കോമഡി കളവാ. മൂക്കിൽ വരലിട്ട് കൊല്ലു അതിനെ. അല്ലടി, ഞാനൊന്ന് ചോദിച്ചു നോക്കിയാലോ? എന്തായാലും ഞാൻ എന്റെ ഏട്ടനല്ലേ. ആകാശ് മോനു, ആകാശു, കാശില്ലാത്തൊരു പാവം ദരിദ്രവാസിയല്ലേ നിന്റെ ഏട്ടൻ. മോന് വേണ്ടി എടുത്ത് ഈ വീടിന്റെ കാശ് ദേ നോക്കി. ഏട്ടന്റെ ഒരു കുഞ്ഞു ലൈന ഈ നിമ്മിക്കുട്ടി. ഇത് വാങ്ങിച്ചു തന്നതാ സരസുവിന്റെ കയ്യിൽ നിന്ന് കയറുപിരി മാല. അതെടുത്ത് കൊടുക്കാൻ കുറച്ച് കാശ്. കാശെന്ന് മലയാളത്തിൽ പറഞ്ഞാ നിങ്ങളുടെ ജർമ്മനിലെ യൂറോ. ഈ ആയാലും എനിക്ക് അത്ര വിശ്വാസം ഇല്ല കേട്ടോ. ബാഗ് മോൻ കഴുത്തി തന്നെ ഇട്ടോട്ടാ. ഊരണ്ടേ ഏട്ടൻ അതിന്ന് മെല്ലെ കാശെടുത്തോളാട്ടോ. ഒരു കാര്യം ഉറപ്പായി, യൂറോ അതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാൻ എങ്ങനെയാ താഴെ പോയതെന്ന്. എടി, അവൻ നിന്റെ കയ്യില് യൂറോ തരാന്ന്. വാങ്ങിക്ക്. യൂറോ അല്ല, യൂറിൻ. മൂത്രം ഒഴിക്കാൻ നിന്നെ കൂട്ടിന് വിളിക്കുന്നതാ. എന്നെക്കാൾ 4 വയസ്സ് കുറവേ ഉള്ളൂ. ശാരീരിക വളർച്ചയുള്ളവനാ, എല്ലാം കൃത്യമായിട്ടുണ്ടാവും. നോക്കിയ മോനു, ഏട്ടൻ മോനോട് പറഞ്ഞില്ല ഇത് ഏട്ടന്റെ ലൈനാണ്. മോന് ഞാൻ വേറെ ഒപ്പിച്ചേരട്ടാ. നിനക്കൊരു പെങ്ങളില്ലടാ. മോന് ഈ പിടി വിട്ടിട്ട് ആ ഉണക്ക കമ്പയിലേക്കാണ്ട് പിടിച്ചോട്ടാ. വാ പൊളിച്ചത് കണ്ട കൂട്ടെ മൂത്രം ഒഴിപ്പിക്കണോ? താൻ ഒഴിക്കണ്ട, അവനൊഴിച്ചോളൂ. സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോകും. ഒറ്റയ്ക്ക് പോയി മൂത്രം ഒഴിക്കണ പട്ടി. ഇപ്പൊ അവന് ശരിക്കും മനസ്സിലായി. കേറിണ്ടല്ലോ. ഏത് നേരത്താണ് ഈശ്വര ഇതിന് ജർമ്മനിയിൽ നിന്ന് കുറ്റം പറിച്ച് പോരാൻ തോന്നിയത്? ഈ സാധനത്തിന് എത്ര നാളാന്ന് വിളിച്ചാൽ നമ്മൾ തീറ്റിപ്പോ മാറ്റം കട. രണ്ടിന്റെ ഫേസ് ഒരേപോലെ ഇരിക്കണ. ഇനി ഞാൻ എവിടെ ശരിയാവില്ല. എനിക്ക് രക്ഷപ്പെട്. ഫുഡ് വേണമെന്നാ പറയുന്നേ. ഓ, വയറ്റിന്ന് കുറച്ച് ഒഴിച്ചറിഞ്ഞപ്പോ വയറ് തിരിച്ച് ഫില്ല് ചെയ്യാനുള്ള ചെക്കൻ്റെ ഒരു ആക്രാന്ത. ഞണ്ണാൻ വല്ല ഇരിപ്പുണ്ടോ അവിടെ? മേശ, കസേര, കട്ടിന് തുടങ്ങി യൂറോപ്യൻ ക്ലോസറ്റ് വരെ ഉണ്ട്. അതൊക്കെ മതിയാവോ ജർമ്മൻ? പൈസ പൈസന്ന് ഫുഡ് അടിക്കാനാ കൊടുക്കണ. ഇനി അതിനും കാശ് ഞാൻ ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കണോ? നിന്റെ നിന്നെടാ പിച്ചക്കാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവന്. പെട്ടെന്ന് കിട്ടാ ഈ ഹോട്ടലിൽ വന്നത്. അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? എന്റെ അച്ഛൻ എന്ത് കൊടുക്കണം? നിന്റെ നീ കൊടുക്കണം. അല്ല കുട്ട, എനിക്കൊന്നും പറയുന്നില്ലേ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അതല്ല, കഴിക്കാനൊന്നും പറയുന്നില്ലേന്ന്. തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട പഴംപൊരി, പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. എടോ, തനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ താൻ ആരാ? എന്റെ അപ്പനാ. ആകെ ഒരു 100-2 ചില്ലറുണ്ട്. അവനവൻ ആത്മ ഫുഡിന് ആദരിക്കുന്നവാ. അവനവൻ ബില്ല് കൊടുക്കണമെന്നാണല്ലോ തത്വശാസ്ത്രം. അവന്റെ ബാഗിൽ നല്ല യൂറോ ഇല്ലേ, അവനെടുത്ത് കൊടുക്കട്ടെ. അതവൻ തരില്ലല്ലോ. എന്നാ ബാഗും ചേർത്ത് ഈ ഒരു പിണ്ണൊക്കെ പണയം വെക്കാം. ചേട്ടാ,
ഇവിടെ ഈ യൂറോ നേരെ ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞാ മതി. യൂറിന്നല്ല, ഇവിടെ ഈ ജർമ്മൻ യൂറോ. ഓ അയാള് 3-4 ദിവസം മുമ്പ് ഇവിടെ വന്നു പോയല്ലോ. ആര്? ഡോ ആ ജർമ്മൻകാരൻ ന്യൂറോ ഇല്ലേ, ഇവിടെ ഇടക്കിടക്ക് വരാറില്ല. അയാൾ ഇപ്പൊ എവിടെ ഉണ്ടാവും? അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഓർഡർ ഇത് കുറെ നേരമല്ലോ ഇടക്കിടക്ക് ഓർഡർ പറയാൻ ഞാൻ ജഡ്ജിയാ. മോനെ, ഇതാണ് പൊറോട്ട ഇറച്ചിയും. ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനി കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമാ പോസ്റ്റർ ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും. അല്ല, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചന്ദ്രേട്ടൻ കാണിച്ചു തരാം കേട്ടോ. അഭിനയകലയിൽ നിന്റെ ഏട്ടന്റെ ഗുരുവായിരുന്നു, ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും. അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. മടക്ക് തിന്നെ മക്കളെ, മടക്ക് തിന്നെ. പോയെടുക്ക്, വേഗം വേഗം. സോറി. പൊറോട്ട പൊറോട്ട. എവിടെ വന്നടാ? ഹലോ, ഞാൻ പറഞ്ഞു. നീ എവിടെ പോണ്? അത് അത്യാവശ്യം ഫോൺ വന്നു, ഇപ്പൊ വരും. ഫോൺ വന്നിട്ടാ. ഫോൺ റിംഗ് ചെയ്യാൻ കേട്ടില്ല. അത് അയാള് നിന്റെ ചെല്ലക്കടിച്ചില്ലേ, ആ സൗണ്ടിൽ കേക്കാഞ്ഞതാ. വന്നു. എടാ നീ പേടിക്കണ്ട, നിങ്ങൾ കഴിച്ച ബെല്ല് വരുമ്പോഴേക്കും ഞാൻ എത്തുന്നേ. എന്ന് എന്തടാ, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ട്. അതാ ചോദിച്ചു, ഇവിടെ നിന്ന് ഇപ്പൊ പോയ ഏത് മാസം തിരിച്ചു വരുമോ? പോടാ അവിടെ. നീയേ അവന് വയറാഴ്ച ഫുഡ് വാങ്ങിച്ചു കൊടുക്ക്, പിന്നെ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്ക്, അല്ലെ അയാൾ നിന്നെ പിടിച്ച് കഴിക്കും. നീയും വെറുതെ ഇരിക്കണ്ട, നീയും കഴിക്ക്. Hi. Regardez ce que j'ai trouvé en français. ഈ ചെക്കന്റെ നേരം. Belle plage, on devrait peut-être partir demain, il y a un train à 8 heures. Bon, bah venez, on va partir à la gare. Ça a l'air super, non? മോനെ, Ça. ആകാശക്കുത്ത തിന്നട്ട ഭണ്ടാരത്തി കഴിട്ട പോലെ. എന്താണോ ഈ കാട്ടിയത്? ഞാനല്ല ദൈവന. ഇയാളുടെ മേലെ പിന്നെ താങ്കൾ എന്താ ഇവിടെ? ഇതാ ഇവിടെ. എന്റെ ഹോട്ടലിൽ വന്ന് എന്നോട് നീ പോക്കരുത് കാണിക്കണം. ഇതാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. ചന്ദ്ര, ബാമോനെ ബാ. ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്ന ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ മയങ്ങിപ്പോയതാണ്. ആണോ? അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു? കഴിച്ചതല്ല, കഴിപ്പിച്ചു. അതല്ലേ, ഞാനവിടെ വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നീ ബില്ലും പേ ചെയ്ത് നിങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങിയുള്ളൂ. അവരങ്ങനെയും പറഞ്ഞു. എവിടെ നമ്മുടെ ഗസ്റ്റ്? അവന് ഫുഡൊക്കെ പിടിച്ചോ? പിടിച്ചു നന്നായിട്ട് പിടിച്ചു. സമാധാനായി. അവൻ ഉറങ്ങിണ്ടാവുമല്ലേ? എന്തായാലും അവനൊന്ന് കണ്ടിട്ട് വരാം. കണ്ടാ, ഇതെന്താ ഇന്ത്യയുടെ ഭൂപടോ? അല്ലടാ, എന്റെ കൊടൽമാരുടെ ഫോട്ടോ സ്റ്റാറ്റാ. എടാ, നിന്റെ അച്ഛൻ കളപ്പുരക്കൽ രാഘവമേനോനെ ആ കേശവൻ പറ്റിച്ചത് നന്നായി. ചന്ദ്ര, ഇല്ലെങ്കിൽ ആ രാഘവമേനോനെ സ്വന്തം മകനായ നീ പറ്റിക്കും. നീ അത് മടുക്കില്ല, വഞ്ചകനാ. ചന്ദ്ര, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാ നീ. കശാപ്പുശാലയിലോ? ഞാൻ ഹോട്ടലിലാക്കിട്ടല്ലേ പോയത്. ആ ഹോട്ടലിൽ പിന്നീട് കശാപ്പുശാല ആയത് നീ അറിഞ്ഞില്ലല്ലേ? പോക്കറ്റിലുണ്ടായിരുന്ന 100 രൂപ പോലും തരാതെ പോയാ വഞ്ചകനാ നീ. ഞാൻ മുങ്ങിയൊന്നുമല്ല. നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു പോയത്. കൂടെ വരുമ്പോ കുറച്ച് കാശ് കൂടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പൊ അതിനവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ? ആ കഴുത്തില് ബാഗ് ഏറ്റി തൂക്കിട്ടാ നിന്റെ അനിയന്റെ കാരണം അവിടെ ഒരു ജാലിയും ബേലാബാഗാ നടന്നത്. ശരിക്കുള്ള ജാലിയും ബേലാബാഗിൽ തോക്കുകളാണ് കഥ പറഞ്ഞതെങ്കിൽ ഇവിടെ വില്ലുകൾ കഥ പറയും. ഗ്ലാസ് 500, പ്ലേറ്റ് 500, ചില്ല് 3000, ആകെ 8000. എന്തത് 8000? നിനക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ കുഞ്ഞപ്പേട്ടൻ കൊടുത്തോളും. കുഞ്ഞപ്പേട്ടനാ? എങ്ങനെ? ഹോട്ടലിൽ ഉഴുന്നാട്ടി. അപ്പോ അപ്പത്തിന് മാത്രമല്ല, ദോശക്കും മിഡിലിക്കും പുട്ടിനും പഴത്തിനും ഒക്കെ ആട്ടേണ്ടി വരും. അപ്പോ അല്ല, അപ്പോൾ കണ്ണിച്ചോരില്ലാത്ത ദുഷ്ട. വയസ്സും പ്രായമായ പാവത്തിനാണോടാ ഉൾനാട്ടം വിട്ടത്? പിന്നെ ഇത്ര ആരോഗ്യമുള്ള നീ ഇങ്ങനെ നിൽക്കുമ്പോ ഞാനിങ്ങനെ നിക്കല്ലായിരുന്നു. ആൾക്കാർ ഇടിച്ച് ബോധം കെട്ട് കെടുക്കായിരുന്നു. പാവം കുഞ്ഞപ്പേട്ടൻ. ഇപ്പൊ അതിന് വായില് പല്ലില്ലെന്നേ ഉള്ളൂ. ഇനി ഉഴുന്നാട്ടി എല്ലാം കൂടി പോവല്ലോ. ഇനി 8000 രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കി ഈശ്വര അയാളർക്കാൻ? ആ സമയത്ത് മുങ്ങണ്ടായിരുന്നു. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വര. 8000 രൂപയ്ക്ക് ഞാരെ കൊല്ലും. അങ്ങനെ എല്ലാവരും കൊല്ലണ്ട. കൊല്ലാനുള്ള ഒരുത്തനെ ബാഗിൽ യൂറോ നിറച്ച് പ്ലെയിനിൽ കയറ്റി ദൈവം ജർമ്മനിൽ നിന്ന് വിട്ടിട്ടില്ലേ? ഒന്നുകൂടി ശ്രമിച്ചാലോ? ശരിയാ,
ട്രൈ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് എന്നാണല്ലോ ചൊല്ലി. അവൻ ഉറങ്ങന്നല്ലേ? നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടിയുണ്ടാവും. വാ വാ. നീയല്ലേ പറഞ്ഞു ഉറങ്ങുന്നു, എന്നിട്ട് ഫുഡ് ഇത് ഞാൻ നേരത്തെ കേട്ടാണ്. അപ്പൊ ഞാൻ വെച്ച് കൂർക്കം വലിക്കാനാണ്. ഫുഡ് ഇവൻ വൈകുന്നേരമല്ലേ ഫുഡ് കഴിച്ചത്, അതിന് രാത്രി ഫുഡ് കഴിക്കണ്ടാ. നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു പാത്രത്തില് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും 2 ചട്ടി സിമന്റോട് കലക്കിട്ട് പായസം കൊണ്ട് കുടിപ്പിച്ചാലോ? അന്നനാളെ ഉണങ്ങി കോൺക്രീറ്റ് പോലെയാവും. പിന്നെ ഇടക്കിടക്കൊന്ന് നനച്ചു കൊടുത്തത് ഒരു ഉറപ്പിന്. പിന്നെ വിഷമിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ അവന്റെ യൂറ് എങ്ങനെ എടുക്കും? ഇപ്പൊ യൂറ് കൊടുക്കാൻ ചെന്നാലേ നമ്മൾ രണ്ടിനെയും കൂടി അവൻ പിടിച്ച് The butterfly, butterfly. അത് ശരി, ഇങ്ങനെ ഒരാളെ വീട്ടിലുണ്ടോ? ആ ബ്രോക്കർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ മോനെ ഡാഡി അകത്തുണ്ടോ? നമസ്കാരം. 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 വണ്ടി വന്ന് നിൽക്കണ കണ്ടപ്പോ നിങ്ങളായിരിക്കുമെന്ന് ഉദ്ദേശിച്ചില്ല. റണ്ണിങ് ടൈം വെച്ച് നോക്കുമ്പോ ഒരു 10 മണിയെങ്കിലും ആവുന്ന വിചാരിച്ചേ. ഡ്രൈവിംഗിൽ 110 സ്പീഡ്. പിന്നെ പെണ്ണിനെ കാണാനുള്ള ഒരു തിടുക്കോ. മോനും കൂടി ആ കോമഡി പിടികിട്ടി. വരിക എല്ലാരും വരിക. മോനെ സൂക്ഷിച്ച് ഇരിക്കും. ഹലോ. ഹലോ. മോനെ അപ്പുറത്തിരിക്കും. നേരത്തെ എത്തിയോണ്ട് ബുദ്ധിമുട്ടായില്ല അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അവിടെ അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനെന്താ, മോളുടെ കോഴ്സ് മാർച്ച് കഴിയും. MBA അല്ലേ പഠിക്കണേ? അതെ. ഈ പെണ്ണ് കാണൽ ചടങ്ങ് ഓക്കെ ആണെങ്കിൽ പിന്നെ എല്ലാം പഠിപ്പ് കഴിഞ്ഞിട്ട് എന്താ? ഇറ്റ്സ് ഓൾ റൈറ്റ്. വേറെ ജ്യൂസ് എടുക്കാം. മോൻ അകത്ത് പോയി ചെല്ല്. എന്തെങ്കിലും പറ്റി? അയ്യോ, ആരാ? പോ. Bali. Come, let's. No. Bali. Mummy. എന്റെ ബ്രഹ്മാട്ടിനെ ചക്കൻ കാണിക്കണേ. ഇവിടെ തന്നെ ഞാൻ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോ ഇതുപോലെയുള്ളവരെ ഒഴിവാക്കിക്കൊള്ളോ? അതെന്തിനാ? നിങ്ങളുടെ വീട്ടിലെ കുട്ടി നിങ്ങളല്ലേ ഒഴിവാക്കട്ടെ, അല്ല ഞങ്ങളെ വീട്ടിലെ കുട്ടി. ഞങ്ങളുടെ കുട്ടിയാ? ഇങ്ങനെ ബുദ്ധി വളർച്ചില്ലാത്തൊരു കുട്ടി കുടുംബത്തിലുള്ള കാര്യം മറച്ചു വെച്ചതും പോരാ. പട്ടി മറച്ചു വെച്ചത് നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നുള്ളൂ പട്ടി. അവന്റെ മേലെ ഒരു കണ്ണു വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കണ്ണും തെറ്റി. അപ്പോഴേക്ക് ഇറങ്ങി പോകുന്നു ഞാൻ കരുതിയ. ആകാശു ഈ ആകാശത്തിലേക്ക് നോക്കി വിളിക്കാതെ ഭൂമിയിലേക്ക് നോക്കി വിളി. നീ എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുന്നത്? നിനക്ക് വേറെ വഴിക്ക് നോക്കി. എടാ, അവൻ ഒരാളല്ലേ ഉള്ളൂ. നമ്മൾ 2 വഴിക്ക് പോയിട്ട് എന്താ കാര്യം? അവൻ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റൂ. ആകാശു ഒന്ന് ഏറ്റു വിളിക്കണം. നമ്മളെന്താ ശബരിമലക്ക് പോയാ? ആകാശു ആകാശോ ആകാശു ആകാശോ.
എന്ത്? ഈ വീട്ടിലെന്താ ഒരു ബഹളം? ഈശ്വര വന്നേ, ഒന്ന് നിർത്തണേ. വീട്ടില്ല ഞാൻ. സോഡാ ഗ്ലാസ് വെച്ചിട്ട് ഒരു കുട്ടി ഇങ്ങോട്ട് വന്നിരുന്നു. കുട്ടിയാ? കുട്ടിയല്ല, ഇവൻ പട്ടിയാ. ഹാപ്പി ആയിട്ട്. കാപ്പിയല്ല, കയ്യിലിരിക്കുന്ന പഴോ കാപ്പിയൊക്കെ അവര് നേരത്തെ കൊടുത്തു. ഈ ചെറുക്കൻ നിങ്ങളുടെ ആരാ? ആരുമില്ല. പിന്നെ ഇവന്റെ അനീന എന്ന് തുടങ്ങി? ജനിച്ചപ്പോ മുതല്. ആവൂ, അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു കല്യാണ നിശ്ചയം ചക്കക്കൂട്ടം പോലെ ആക്കിയിട്ട് അവനിരുന്ന് സുഗന്ധദ്രവളെന്ന് കണ്ടില്ലേ? ആ കല്യാണ പെണ്ണിന്റെ അച്ഛൻ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ അകന്ന ബന്ധുവായതുകൊണ്ട് സാറ് വിളിച്ച് പറഞ്ഞുകൊണ്ട് പോലീസ് കേസായില്ല. എന്നിട്ടും ആ പെണ്ണിന്റെ അച്ഛൻ അതടഞ്ഞു ഇതടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രൂപ 5000 നഷ്ടപരിഹാരം ചോദിച്ചപ്പോ പണ്ടാര പലിശ എടുത്തിട്ട് ഞാൻ സോൾവ് ചെയ്തത്. വെറുതെ ഒന്നല്ലേ മുതലാളിമാര് നന്നാവാത്തത്? ഓ, അവന്റെ ഒടുക്കത്തൊരു മോർണിംഗ് വാക്കിന് പോക്ക്. താനെന്താ ഞെട്ടണത്? അല്ല, മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണല്ലോ. ഏത് നേരത്താണാവോ ആ എബ്രാഹിം ഇങ്ങനെ തെറി പറഞ്ഞ് ഓടിക്കാൻ തോന്നിയത്? ഷൂട്ടിംഗ് നടക്കണ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി നോക്കി. എല്ലായിടത്തും ലിംഗം വിളിച്ചു പറഞ്ഞാണ് ആനന്ദക്കുട്ടിന്റെ ആൾക്കാർക്ക് പണി കൊടുക്കരുത്. ആ റെന്റേക്കാരന്റെ ആൾക്കാർ ഇരിക്കപ്പുറത്ത് തരാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ 3000 രൂപ എന്നൊക്കെ പറഞ്ഞ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? നിങ്ങൾക്കൊക്കെ 2000-നും 3000-നും പ്രശ്നമേ ഉള്ളൂ. എന്റെ കാര്യം അതല്ല. 25,000. നാളെങ്കിലും ആ കയറുപരി മാല സരസ്വതിക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു കഷ്ണം കയറും എന്റെ ജീവിതം തീർക്കും അവര് പറഞ്ഞ്. നിന്റെ ജീവിതം അവരുടെ ജീവിതം. അവരുടെ ജീവിതം അങ്ങോട്ട് പോട്ടറി, നിനക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എല്ലാവരുടെ പ്രശ്നം കൊടുത്താ തീരും. പക്ഷെ ആ ഇരുന്ന് ഉറങ്ങുന്നതേ എന്റെ ആ ജീവൻ എന്താ പ്രശ്ന? എന്താ അതിനെ പറ്റി ആരും ഒന്നും പറയാത്ത? കപ്പം കാട്ടി കട്ടൻ കാപ്പി കിട്ടും നിനക്ക്. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ കട്ടൻ കാപ്പി. എന്ത് ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. കണ്ട, ഉറങ്ങുന്ന നേരത്തെ സായിപ്പിനെ ഡിസ്റ്റർബ് ചെയ്യണമെന്നോട് പിടിക്കണല്ല. ഒറ്റക്കുത്തിരി കൊല്ലിങ്ങ. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങുക, പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടിട്ട് എന്താ ചിരിക്കണേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. ചെന്നെടുത്ത് തിന്നെ. അടുക്കളയിൽ നല്ല ജർമ്മൻ ഗഞ്ഞിയും ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പോണണ്ടില്ലേ കാറ്റ് പിടിച്ച കിട്ടുവെള്ളം പോലെ. ദൈവദോഷം പറയലടാ, അങ്ങനൊന്നുമില്ല അത് പോകുന്നത്. വസന്ത പിടിച്ച താറാവിനെ പോലെയാ. അത് ഞാൻ സമ്മതിക്കാം.